ഹായ്, ഞാനിന്ന് നമ്മുടെ പഴമക്കാരുടെ ഇഷ്ടഭക്ഷണമായ പഴങ്കഞ്ഞിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാലും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. വളരെ ഹെൽത്തിയാണ്, നിറച്ച് വിറ്റാമിൻസിൻ്റെ കലവറയാണ് ഇതിൽ. പിന്നെ നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യുമ്പോൾ അത് വന്നിട്ട് കുറേ ഗുഡ് ബാക്ടീരിയ ഫോം ആവും. നല്ലതാണ്, വയറിന് നല്ല കൂളായിരിക്കും ഇത് കഴിക്കുമ്പോൾ. കുട്ടികൾക്കും കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തലേന്നാളുള്ള ചോറ് പുളിപ്പിച്ച് കഴിക്കലാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. അതെന്തെന്നാൽ നമ്മൾ ചോറ് ഉണ്ടാവില്ലേ, ബാക്കി വരുന്ന ചോറ്, അല്ലെങ്കിൽ ഇതിനായിട്ട് ചോറ് കുറച്ച് കൂടുതൽ വെച്ചിട്ട് നമ്മൾ നൈറ്റ് ഒരു മൺചട്ടിയിൽ അത് നിറയെ വെള്ളം ഒഴിച്ചിട്ടിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എടുക്കുന്ന രീതിയാണത്. അപ്പോൾ അത് പുളിച്ചിട്ട് ഒന്ന് ഫെർമെൻ്റായിട്ട് കിട്ടും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ വന്നിട്ട്. ഇനി അതിനായിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. എന്നാലും നമ്മൾ ഈ പുളി, ചെറിയ ഉള്ളിയും പുളിയൊക്കെ ഇട്ട് നിരത്തിയിട്ട് ഒരു ഇതാക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് കഴിക്കാനായിട്ട്. കാന്താരി ഉണ്ടെങ്കിൽ അത് നല്ല രുചിയാണ്. ഇപ്പം ഞാൻ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. അതിനായിട്ട് ചെറിയ ഉള്ളി, നമുക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളി എടുത്ത് ചതച്ചും എടുക്കാം. ഞാൻ ഇത് ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പുളി വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കണം. കുതിരാൻ വെച്ചിട്ട് നല്ലോണം ഒന്ന് നിരടിയതിന് ശേഷം 2-3 പച്ചമുളക് ആവശ്യത്തിന് ഒന്ന് മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ചേർത്ത് ഉപ്പും ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് നിരടി വയ്ക്കാം. ഇത് നല്ല കോമ്പിനേഷനാണ് ഈ പഴങ്കഞ്ഞി കഴിക്കാനായിട്ട്. ഇനി നമുക്ക് പഴങ്കഞ്ഞി റെഡിയാക്കാം. അതിലോട്ട് നമുക്ക് 2-3 പച്ചമുളക് എടുത്ത് നല്ലോണം നിരടണം. നിരടിയതിന് ശേഷം ഒന്ന് നല്ലോണം ഇങ്ങനെ ഒന്ന് എല്ലാം കൂടി സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് നിരടിയതിന് ശേഷം അങ്ങനെ വെറുതെ അങ്ങനെയും കോരി കഴിക്കാം. എന്നാൽ ഇതിങ്ങനെ കഞ്ഞി പോലെ ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി കുറച്ച് തൈര് ചേർക്കാം. ഒരു 3-4 സ്പൂൺ തൈര്, കട്ട തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് വിരവിയതിന് ശേഷം ബോളിൽ കോരി ഒഴിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് എന്ത് പപ്പടം എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അച്ചാർ, തോരൻ, മീൻ കറി എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അത് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കണം. ഇടയ്ക്ക് ലീവ് ഡേയ്സിലൊക്കെ കുട്ടികൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം കൊടുക്കണം. നല്ല എനർജിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചിട്ടില്ലാത്തവർ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും മിക്കവരും. ഇപ്പം നമ്മളിവിടെ ഇതിനായിട്ട് തന്നെ കടകളുണ്ട്, റെസ്റ്റോറൻറ്റ്, പഴങ്കഞ്ഞി കടകളൊക്കെ ഉണ്ട്. അത് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താൽ നല്ല ഹെൽത്തിയാണ് ഇതൊക്കെ. നമ്മൾ എപ്പോഴും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാതെ ഇതേപോലത്തെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ പ്ലീസ് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് തരണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ആക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.